അല്ല പറയേ എന്താ സംഭവിച്ചെന്ന് അറിയണല്ലോ. അമ്മ അൻസാർ എനിക്ക് ഒരു 5000 രൂപ തരാനുണ്ടായിരുന്നു. അപ്പൊ അത് തരാനായിട്ട് ഞാൻ ചെന്ന് അവൻ്റെ പൈസ മേടിച്ചിട്ട് ഇതിന് കടയിൽ സാധനം മേടിക്കാൻ പോയപ്പോൾ സുരേന്ദ്രൻ മുതലാളി എന്നെ വഴിക്കിട്ട് പിടിച്ചേ. അയാൾക്ക് കൊടുക്കാനുള്ളതെന്നും പറഞ്ഞ് എൻ്റെ പോക്കറ്റിൽ നിന്ന് എല്ലാ പൈസ എടുത്തു. ഇത് തുടങ്ങുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റും. കാരണം പ്ലാനിങ് മാത്രമാണല്ലോ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു കാര്യം നടക്കൂലല്ലോ. അല്ല അമ്മര് ഇവിടുന്ന് സാധനം മേടിക്കാൻ പോയപ്പോ എന്തായിരുന്നു അഹങ്കാരം എന്നറിയാമോ? പോത്ത്, മട്ടൻ, ചിക്കൻ, താറാവ്, എന്തെങ്കിലും ഒരു കാര്യം നടക്കൂ ക്ലീറ്റോ? അത് അവന്റെ മനസ്സിന്റെ ആഗ്രഹമായിരുന്നു. മനസ്സിന്റെ ആഗ്രഹമല്ല, അവനവന്റെ നിലയ്ക്ക് അനുസരിച്ച് ആഗ്രഹിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒന്നും കയ്യിലില്ലാത്തവൻ നാളെ കോടികൾ സ്വപ്നം കാണാനൊന്നും പറ്റൂല. ഒന്ന് അടങ്ങടി. അടങ്ങടെ എങ്ങനെയാ? നല്ലൊരു ദിവസം വന്നിട്ട് ഇവിടെ മാത്രം ഒന്നുമില്ല. അതിപ്പോ പോത്തും താറാവും കോഴി ഇതൊക്കെ വെച്ച് തന്നെ ഈസ്റ്റർ ആഘോഷിക്കണമെന്ന് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. ഇതില്ലാതെ ആഘോഷിക്കും. അതെങ്ങനെയാ? ഞങ്ങൾക്കറിയില്ല. എനിക്കറിയില്ലാത്തതുകൊണ്ടൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? നിങ്ങളൊന്ന് സമാധാനപ്പെടി. ക്ലീറ്റസേ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാശ് തരട്ടെ. എന്ത് വേണ്ടമ്മ. അയ്യേ എടാ, ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാം ആഘോഷിക്കാൻ. അത് അമ്മക്ക് ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് പൈസ തരായില്ലേ? അതിന് കിട്ടാൻ പോകുന്നില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നമുക്ക് എന്തായാലും ഈസ്റ്റർ ആഘോഷിക്കണ്ടേ. ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. ഞാൻ കാശ് തരാം. ഏതാ പിന്നെ പോത്തും താറാവും മട്ടനും കൂടെ വാങ്ങിക്കാം അല്ലേ? മട്ടനും വേണോ? നീ അല്ലേ പറഞ്ഞത് ഇപ്പൊ ഒന്നും ഇല്ലെങ്കിൽ ഈസ്റ്റർ ആഘോഷിക്കാം. അത് ഇല്ലാത്തപ്പം ഇല്ലാത്തവരും ആഘോഷിക്കാം. ഇപ്പൊ ഉണ്ടല്ലോ, ഉള്ളപ്പോ ഉള്ളവരും ആഘോഷിക്കാം. അല്ലല്ല, നീ പോയ ശരിയാവില്ലടി. നല്ല മട്ടനും ഇതൊക്കെ നോക്കി മേടിക്കണം. ഞാൻ പോകണം. അല്ലല്ല, ഞാൻ പോകണം. അത് ശരിയാവില്ല. ഞാൻ പോയിട്ട്. അതല്ല പ്രശ്നം ഉണ്ട് അതിനകത്ത്. എന്ത് പ്രശ്നം? ഇപ്പൊ ഈ കാശും കൊണ്ടങ്ങ് പോകുമ്പോഴേ നീ ക്ലീറ്റോനെ വേറെ ആരെങ്കിലും ഓടിച്ചിട്ട് പിടിക്കും. ആ കാശ് ഇനിയും പോകും, കൈവിട്ട് പോകുവേ. അത് വേണ്ട. ക്ലീറ്റോ ഒരു ഉപകാരം ചെയ്യാമോ എനിക്ക്? അനങ്ങാതെ ഇവിടെ നിന്ന് മുറ്റത്തോട്ട് ഇറങ്ങാതെ ഒന്ന് ഇരുന്ന് തരാമോ? അത്രയും മാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ ഏറ്റു. അത്രയും ചെയ്യാവോ? അവിടെ ഇരുന്നു.